ഇന്ന് സോഷ്യൽ മീഡിയയിൽ പലരും ബന്ധനമില്ല, അതുപോലെ പ്രവചനങ്ങളില്ല, ദർശനങ്ങളില്ല എന്നെല്ലാം നമ്മൾ ചില രോഗശാന്തികളില്ല. ഒരുപാട് പേര് അങ്ങനെ ഇപ്പൊ പറയുന്നുണ്ട്, ഒന്ന് രണ്ടോ പേരൊന്നുമല്ല, ഒത്തിരി പേര്. പക്ഷെ ഒരു കാലത്ത് ഇവരെല്ലാം ഈ പ്രവചനപരങ്ങളും ഡെലിവറി ശുശ്രൂഷകളും ചെയ്തുകളാണ്. പക്ഷെ ഇപ്പോഴെന്തുകൊണ്ടാണ് അവർ അത് ശരിയല്ല എന്ന് പറഞ്ഞ് പിന്നോട്ട് മാറി? ചെയ്തവര് പറയുന്നുണ്ട്, ചെയ്യാതെ കോളേജിലൊക്കെ പഠിപ്പിച്ച് കോളേജിലെ പ്രൊഫസറേഴ്സായിട്ടൊക്കെ ഇരിക്കുന്നവർ ചിലപ്പോൾ ഇതിനെയൊക്കെ എതിർക്കുന്നവർ കാണാം. പിന്നെ അതുപോലെ തന്നെ ഈ തിയോളജി കൂടുതൽ പഠിച്ചിട്ട് ഇതിൻ്റെ വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ടു പോയവരുമുണ്ട്, കൂടുതൽ പഠിച്ചിട്ട്. അതുപോലെ തന്നെ ബൈബിൾ കോളേജ് ഇട്ടിരിക്കുന്നവർ, ബൈബിൾ കോളേജ് പഠിപ്പിക്കുന്നവർ, അവരെയൊക്കെയാണ് ഉദ്ദേശിച്ചത്. അവരിൽ ചിലവർക്കൊക്കെ ഈ പ്രവചനങ്ങളോടോ ദർശനങ്ങളോടോ ബന്ധനമോചന ശുശ്രൂഷകളോടൊക്കെ താല്പര്യക്കുറവുണ്ട്. പിന്നെ ചില പാസ്റ്റേഴ്സൊക്കെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നവർ, അല്ലെങ്കിൽ ചില അച്ഛന്മാർ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇപ്പോൾ ഇതിനെതിരെ പ്രസംഗിക്കുന്നവരുണ്ട്. അത് ശരി തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ടീച്ചറിൻ്റെ ചോദ്യം എന്താണ്? എന്തുകൊണ്ടാണ് അവർ പിന്നോട്ട് ഇങ്ങനെ ചിന്തിക്കാൻ എന്താ കാരണം? അപ്പോൾ അത് ശരിയല്ല, അങ്ങനെ ഒന്നില്ല എന്ന് പറയാൻ എന്താ കാരണം? എന്താ നമുക്കറിയാം, ഒരു കാലത്ത് ഇപ്പം ഞങ്ങൾ ഒരു കാലത്ത് പ്രവചനം പറഞ്ഞവർ ഇപ്പം ആ പ്രവചനമൊന്നുമില്ല. ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, പ്രവചനം ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ പറയാനായിട്ടൊരു അവസ്ഥ മാത്രം എന്ന് പറഞ്ഞാൽ സൈക്കോളജിയാണ്. ഇതൊരു സൈക്കോളജിയാണ്. അല്ലെങ്കിൽ ഡെലിവറൻസ് ഇല്ല, അതൊരു സൈക്കോളജിയാണെന്ന് വേണമെങ്കിൽ അവരെ പോലുള്ളവർക്ക് പറയാം, അല്ലേ? നമ്മൾ ബൈബിൾ കോളേജിലൊക്കെ പഠിക്കുമ്പോഴും അത് പഠിപ്പിക്കുന്നുണ്ട്. അതെല്ലാം ഒരു സൈക്കോളജിയാണ്, ഒരു ഹിസ്റ്റീരിയാണ്, അല്ലെങ്കിൽ ഒരു ഹിപ്നോട്ടിസമാണ് എന്നൊക്കെ പറയുന്നുണ്ട്, അല്ലേ? എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ടീച്ചർ അത്യാവശ്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഞാൻ രോഗശാന്തി ശുശ്രൂഷ ചെയ്ത് ഒരുപാട്, എനിക്ക് എത്ര പേർക്ക് രോഗശാന്തി കർത്താവ് എന്നിലൂടെ ചെയ്തെന്ന് എനിക്കറിയില്ല. ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുക, എനിക്ക് രോഗശാന്തിയിൽ ഒരു സംശയം പോലും തോന്നിയിട്ടില്ല. അതിൻ്റെ തോന്നാത്തതിൻ്റെ കാരണം എന്താ? ഞാൻ രോഗശാന്തി ചെയ്യുമ്പോൾ പ്രവർത്തിക്കുന്നത് ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതേപോലെ ഞാൻ ഡെലിവറൻസ് ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവം എങ്ങനെയാണ് ഡെലിവറൻസ് ശുശ്രൂഷ ചെയ്യുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുപോലെ പ്രവചനം പറയുമ്പോൾ ദൈവം എങ്ങനെയാണ് പ്രവചനം പറയുന്നതെന്നുള്ള വ്യക്തമായിട്ടുള്ള ഇതറിയാം. എന്നാൽ അത് കാരണമാണ് ഞാൻ അതിൽ വിശ്വസിച്ച് നിൽക്കുന്നതും അതിൽ നിന്നും ഇനി വെട്ടിയിട്ടാൽ മാറ്റാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു അടിത്തറ പാകിയിരിക്കുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ അവർ പിന്നോട്ട് ഇങ്ങനെ ചിന്തിക്കാൻ കാരണം അവരിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇല്ലാത്തത് കൊണ്ടായിരുന്നോ? അതോ അത് നമ്മൾ ആരെയും വിധിക്കാൻ നമുക്ക് യോഗ്യരല്ല. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഇപ്പോൾ കൈവച്ചിട്ട് മുഴ മാറട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് ആ മുഴ നിങ്ങളെല്ലാം കണ്ടുള്ള തൽക്ഷണം ആ മുഴ മാറുകയാണ്. ഓൺലൈൻ മീറ്റിങ്ങിൽ പോലും മുഴ മാറട്ടെ എന്ന് പറയുമ്പോൾ മുഴ മാറുന്നു. സ്പിരിറ്റിനെ ഡെലിവറൻസ് ചെയ്ത് അയാളെ കണക്ട് ചെയ്ത് ആ സ്പിരിറ്റിനെ വലിച്ച് താഴെ കളയുമ്പോൾ ഇത് എങ്ങനെയാണ് ഇത് നടക്കുന്നതെന്ന് എനിക്കറിയത്തുള്ളൂ. ഒരാൾ വന്നിട്ട് തലയ്ക്ക് വെച്ചിട്ട് ഫയറെന്നോ ദ മൈറ്റി ഗോഡ് ജീസസ് ക്രൈസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കൈവെക്കുമ്പോൾ ചിലപ്പോൾ ഈ കാൻഡിഡേറ്റ് താഴെ വീണേക്കാം. കാൻഡിഡേറ്റ് താഴെ വീഴും. അതിപ്പോൾ ഓർഗൻ വായിക്കുന്ന പയ്യൻ കൈവച്ചാലും വീഴും. അതാ ഞാൻ പറഞ്ഞ, ഇത് ചെയ്യുന്ന ആൾക്ക് അനുഭവം ഉണ്ടാവണമെന്ന് പറഞ്ഞതാണ്. ഇപ്പം ടീച്ചർ പോയിട്ട് ദ മൈറ്റി കോൾ പവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ചപ്പോൾ ഏതോ ഒരു വീഴാൻ നിന്നവൻ വീണ് കഴിയുമ്പം ടീച്ചറിന് സംഭവം വീണു, സക്സസ്. ടീച്ചറിൻ്റെ മനസ്സിൽ സക്സസ്. അടുത്ത ആളെ വലിച്ചിടാൻ നോക്കുക, വീണില്ല, അയാൾക്ക് പിടിച്ചൊരു തെള്ളു കൊടുത്തു, അയാളങ്ങ് വീണു. അപ്പം സക്സസ്. സംഭവം പിടി കിട്ടിയോ? പക്ഷേ ദൈവത്തിൻ്റെ പ്രവൃത്തി ടീച്ചറിന് പിടികിട്ടിയായിരുന്നോ? ഇല്ല. പിടികിട്ടില്ലെങ്കിൽ ടീച്ചർ നാളെ നിരീശ്വരവാദിയാവും. മനസ്സിലായി. അതാണ് സംഭവിക്കുന്നത്. സ്പിരിച്വൽ അഡ്വൈസിങ്ങിൽ ദർശനം യൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ദൈവം സംസാരിക്കാതെ ഊഹാപോകത്തിൽ ഒരു കുറേ മാങ്ങ നിൽക്കുമ്പോൾ ഒരൊറ്റയേറ് ഒരു മാങ്ങ അങ്ങ് വീഴും. ആ വീണപ്പോൾ കറക്റ്റായിട്ട് വീണു മാങ്ങ. അപ്പോൾ ഏതെങ്കിലും ഒരു മാങ്ങ വീഴത്തില്ലയോ? ടീച്ചർ പ്രാർത്ഥിക്കുക ഒന്നും വേണ്ട. ആ സ്റ്റേജിൽ നിന്നിട്ട് ആർക്കൊക്കെയോ ഭയങ്കര തലവേദന ഞാൻ കാണുന്നു എന്നങ്ങോട്ട് പറഞ്ഞാൽ അത്ര ആൾക്കാരുള്ളതല്ലേ, തലവേദനക്കാർ ആരെങ്കിലും കാണത്തില്ലേ? ആരെങ്കിലും ഉണ്ടാവും. അതെ. അപ്പം ടീച്ചറിൻ്റെ മനസാക്ഷി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ മനസാക്ഷിയിൽ ഇത് അംഗീകരിക്കുമോ? ഇല്ല. മുട്ടിന് വേദനയുള്ളവരെ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മുട്ടിന് വേദനയോടെ എന്തായാലും ഒരു ഹാളിൽ എന്തായാലും ഇത്രയും ജനങ്ങൾ ഇരിക്കുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തായാലും മുട്ടിന് വേദനയുള്ളവരുണ്ടാവും. അപ്പോൾ ഉണ്ടാകുമ്പോൾ ഉടനെ അത് പ്രാർത്ഥിക്കുന്നു. ആക്ച്വലി അതൊന്നും ദർശനമല്ല, അതൊന്നും കർത്താവ് ദർശനത്തിലൂടെ പ്രവർത്തിക്കുന്നതല്ല. അതൊക്കെ ഓരോരുത്തരുടെ വിസ്ഡം യൂസ് ചെയ്ത് ചെയ്യുന്നതാണ്. എന്നാൽ ഷാർപ്പ് ആൻഡ് കട്ടായിട്ട് മുട്ടിൻ്റെ വേദനയുള്ള ആളെ പിടിച്ച് കൊണ്ടുവന്നാൽ, ഈ ദർശനം പറയുന്ന ടീച്ചർ മുട്ടിന് വേദനയുള്ള ആളെ കൊണ്ടുവന്നിട്ട് ടീച്ചർ പ്രാർത്ഥിക്കുമ്പോൾ ആ മുട്ടിന് വേദന ഉള്ള ആൾ സുഖപ്പെട്ടാൽ ടീച്ചറിൽ പറഞ്ഞ ദർശനം ദൈവപ്രവൃത്തിയാണ്. ഇതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന അപകടം. അപ്പം ഈ ഗിമ്മിക് പ്രോഗ്രാം കാരണമാണ് അനേകം പാസ്റ്റേഴ്സ്, ബൈബിൾ കോളേജ് പ്രൊഫസേഴ്സ് അവരെല്ലാം ഇതിനെ എതിർക്കുന്നതിൻ്റെ കാരണം ഈ ഗിമ്മിക്ക് കണ്ട് ഇവർക്ക് ദേഷ്യം വന്ന് ഇവർക്ക് കലി കയറിയിട്ടാണ് അവർ എതിർക്കുന്നത്. അവർ പിന്നീട് ഇതൊന്നും ഇല്ലെന്നൊക്കെ പറയാൻ തുടങ്ങി. പക്ഷെ അതല്ല, ഒരാൾ വചനം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറഞ്ഞ വചനം അത് തെളിയിച്ചു കൊടുക്കേണ്ടത് ദൈവത്തിൻ്റെ ജോലിയാണ്. അപ്പോൾ അടയാളങ്ങളും അത്ഭുതങ്ങളും ഇല്ലാതെ എങ്ങനെ തെളിയിക്കും? ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് മറ്റൊരു കാര്യം പറയാം. ടീച്ചർ ആദ്യം നമുക്കറിയില്ല, കൈ പൊങ്ങാൻ പറ്റാതെയാണ് ടീച്ചർ വന്നത് അല്ലേ? അപ്പോൾ ഒരു കൈ പൊങ്ങുന്നില്ല, രോഗശാന്തി ശുശ്രൂഷ ചെയ്തു, കർത്താവ് അനുവദിച്ച കണക്കുള്ള. അത് കഴിഞ്ഞ് ഇന്നവരെ ആ വേദന വന്നിട്ടുണ്ടോ? ഇല്ല. കൈ നല്ലപോലെ പൊങ്ങുന്നു. അതിനുശേഷം ടീച്ചർ എങ്ങോട്ട് വന്നു? സ്പിരിച്വൽ അഡ്വൈസേഴ്സിലേക്ക് വന്നു. അനേകം പേരെ സുവിശേഷം അറിയിക്കുന്ന ലെവലിലേക്ക് ടീച്ചറിനെ കൊണ്ട് പറ്റുന്ന കണക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ടീച്ചർ ആ വയലിൽ ഇപ്പം ആരൊക്കെ വീണാലും ടീച്ചർ വീഴാതെ നിൽക്കണമെങ്കിൽ ഞാൻ വീണ്ടും ടീച്ചറിനോട് ഒരു കാര്യം ഉറപ്പ് പറയാം. ദൈവപ്രവൃത്തി അടയാളങ്ങളിലൂടെ ശരിയായ അനുഭവങ്ങളിലൂടെ ടീച്ചറിൽ നടന്നിട്ടില്ലെങ്കിൽ ടീച്ചർ വീണിരിക്കും. ഇനി എക്സാമ്പിൾ വേറൊരു കാര്യം പറയട്ടെ. ഒരു രോഗശാന്തി ശുശ്രൂഷ, ഇപ്പോൾ ഒരു കൈയും കാലൊന്നും അനങ്ങാൻ വയ്യാതെ ഇരിക്കുന്ന ഒരു പേഷ്യൻറ്റിനെ നിങ്ങളെല്ലാം പ്രേക്ഷിതരായിട്ട് നിന്നിട്ടുള്ള രോഗശാന്തി ശുശ്രൂഷ ചെയ്യുമ്പോൾ ഓരോ സെക്ഷനായിട്ട് ഒന്നെ ബെൽറ്റ് അഴിപ്പിക്കുന്നു, ഒന്നെ ബെൽറ്റ് അഴിപ്പിച്ച് മാറ്റുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ രോഗശാന്തി ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവരെ കുനിയാൻ പറയുന്നു. അവർ കുനിഞ്ഞു നോക്കുന്നു, ലാസ്റ്റ് വേദന കാണുന്നില്ല. അത് കഴിഞ്ഞപ്പോഴേ അവർ സാക്ഷ്യം പറയുന്നത് ഇപ്പോൾ എനിക്ക് നടുവേദനയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷ്യം പറയുന്നത്. ചിലർത്താണെങ്കിൽ പറയും 80% സുഖപ്പെട്ടു, ബാക്കിയുള്ളത് നിങ്ങളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ പോയി ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കർത്താവ് അവരെ അയക്കാറുണ്ട്. ഇതിപ്പം ഈ രോഗശാന്തി ചെയ്യുന്ന ശുശ്രൂഷകർക്ക് എങ്ങനെ ഇത്ര ധൈര്യത്തിൽ ഇവരെ കുനിപ്പിക്കാൻ പറ്റുന്നു? അവർക്കെന്തോ ദൈവപ്രവൃത്തി കാണാൻ പറ്റുന്നുണ്ട്, അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ദർശനമല്ല, അല്ലാതെ ഒരു ശക്തി പുറപ്പെടുന്നത് ഇവർക്കറിയാം. പക്ഷെ ഇവരെ കണ്ടുകൊണ്ട് ഈ കൃപ, ഈ ഗ്രേസ് വാങ്ങിക്കാത്ത ആൾക്കാരുടെ അടുത്ത് ഇതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ അതൊരു ഗിമ്മിക് പ്രോഗ്രാമായി മാറുകയും ചെയ്യും. ഇവർ കൂടുതൽ അപകടത്തിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഇവനൊരു 10 പ്രാവശ്യം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു രോഗിയും സുഖപ്പെടാതെ വന്നാൽ ഇവൻ എന്തു പറയും? ഈ രോഗശാന്തി എല്ലാം കള്ളവാണെന്ന് പറയും. ഈ ബന്ധനമോചനവും കള്ളവാണ്. ഞാൻ എൻ്റെ സഹോദരങ്ങൾക്ക് അത് പറഞ്ഞു കൊടുത്തായിരുന്നു. എടാ, അങ്ങനെ ചെയ്യരുത്, ചെയ്തു കഴിഞ്ഞാൽ നാളത്തെ നിരീശ്വരവാദി നീയായി മാറും. ഈ ബന്ധനമോചനമൊക്കെ തെറ്റാണെന്ന് നീ നാളെ പറയും. നീ ഒരിക്കലും അത് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ വിലപ്പെട്ട ശിഷ്യരെ ഞാൻ ഉപദേശിക്കുന്നുണ്ട്. നീ ആദ്യം ചെയ്യേണ്ടത് ആ ഗ്രേസ് കർത്താവിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നീ വെയിറ്റ് ചെയ്യുക. കർത്താവ് നിനക്ക് സൗജന്യ ദാനമായിട്ട് തരും. അത് കഴിഞ്ഞ് നീ ചെയ്യും, അപ്പോൾ നിനക്ക് നടക്കും. അതായത് ഒരു ഡെലിവറൻസ് നടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ അത് നടക്കൂല. മാനുഷികമായ ശക്തി കൊണ്ട് ഒരിക്കലും ഒരു വ്യക്തിയിലെ ഡെലിവറൻസ് നടക്കത്തില്ല. നടന്ന ആ വ്യക്തി അവിശ്വാസിയായി പോകും. ബ്രദറെ, ശരിക്കും ഡെലിവറൻസ് ഇപ്പം നടന്നോന്ന് എങ്ങനെ അറിയണേ? അത് ഡെലിവറൻസ് വരവുള്ള ആൾക്കേ അറിയത്തുള്ളൂ. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ ടീച്ചർ ശ്രദ്ധിച്ചു നോക്ക്. ഡെലിവറൻസ് നടന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക്, ഞാനും ന്യൂസിലൻഡിലെ വിനീതുമായിട്ട് ചേർന്നുള്ള ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതേ ചോദ്യം വിനീത് ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത് ഡെലിവറൻസ് നടന്നു കഴിഞ്ഞാൽ അവർക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും പരിശുദ്ധാത്മാവിൽ നിറയാനും ഉള്ള ഒരു ഫോഴ്സ് ഉണ്ടാവും. ഇതുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവർ ഡെലിവറൻസിന് പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഒരിക്കൽ ഡെലിവറി ആയ ആൾക്കുണ്ടല്ലോ, പിന്നെ അയാളിലേക്ക് ഈ ബന്ധനം കയറുമോ? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞില്ലെങ്കിൽ ഒരു പീരീഡ് ഉണ്ട്, ആ പീരീഡ് കഴിഞ്ഞാൽ കയറും. അതായത് നമ്മൾ ഇപ്പോൾ ടീച്ചർ പറഞ്ഞത് വളരെ വലിയൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ധ്യാന കേന്ദ്രത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ചുമ്മാ ഒരു ഊഹാപോഹത്തിലൊക്കെ പേര് വിളിച്ച് പറയുക, ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസാക്ഷി വിശ്വസിക്കാത്ത ഒരു കാര്യം നമ്മൾ ചെയ്താൽ
നമ്മൾ നിരീശ്വരവാദിയാവും. അതേപോലെ നമ്മൾ ചെയ്യുന്ന രോഗശാന്തിക്കായിക്കൊള്ളട്ടെ, നമ്മൾ ചെയ്യുന്ന പ്രവചനത്തിനായിക്കോട്ടെ, ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം വരാതെയാണ് അത് നമുക്ക് അനുഭവിക്കാനൊന്നും പറ്റിയിട്ടില്ല. അത് കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ഒരു എവിഡൻസ് കിട്ടുന്നില്ല. നമ്മളൊരു ഊഹിച്ച് അല്ലെങ്കിൽ ബൈബിൾ ഇങ്ങനെ തുറന്ന് കിട്ടുന്നത് വെച്ചോ ഒക്കെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ ആദ്യമൊക്കെ അത് ബാലപാഠത്തിന് അത് ഉപയോഗിക്കാം, ഒരു തുടക്കക്കാർക്കെന്നുള്ള രീതിയിൽ അത് ഉപയോഗിക്കാം. പക്ഷേ രണ്ടാമത്തെ കാര്യം വരുമ്പോഴത്തേക്ക് രണ്ടാമത്തെ സെക്ഷൻ പിന്നീട് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസാക്ഷി നിങ്ങളെ എതിർക്കാൻ തുടങ്ങും. നിങ്ങളുടെ മനസാക്ഷി നിങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ല. മനസാക്ഷി പറയും നീ ചെയ്യുന്നതൊക്കെ ഉടായിപ്പാണെന്ന് പറയും. അവിടം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സോളിൽ പേഴ്സണലിൽ ഭക്തി കാണത്തില്ല. സോളിൽ പേഴ്സണലിൽ ഒരു ഭക്തിയും കാണത്തില്ല. ഒരു യാന്ത്രികമായിട്ട് ഇങ്ങനെ ആത്മീയത മുന്നോട്ടുണ്ടോ. ഇങ്ങനെയാണ് ഒരുപാട് പേര് ഈ പാസ്റ്ററായിട്ട് നടന്നവരും സുവിശേഷകരായിട്ട് നടന്നവരും ക്രിസ്തു വിരോധികളായി മാറിയത്. ദൈവം ഇല്ലെന്ന് പറയുന്നതിൻ്റെ കാരണം